നമസ്കാരം. മനസ്സിലായില്ലേ? എന്റെ പേര് വിദ്യ. ബേസിക്കലി ഞാനൊരു ടീച്ചറാണ്. എന്ത് ചെയ്യുന്നു? കായലിൽ കക്ക വരുന്നു. എന്ത് കിട്ടുന്നത്തെ കാലത്തൊക്കെ ഭാര്യ ഇത് ഒരു അടിയം വെച്ച് തന്നോണ്ടല്ലോ. ഞാൻ ടീച്ചറാണെന്ന്. ഇവിടെ ഓൺലൈനിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ലൊക്കേഷനാ തന്നത്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുട്ടിയുടെ അച്ഛനാ? അച്ഛന്റെ കുട്ടിയെ മനസ്സിലായില്ല. മനസ്സിലായില്ലേ? അന്ന് കയറിയില്ലേ ഉള്ളൂ. എല്ലാം വഴിയെ മനസ്സിലാവും. വെയിറ്റ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇന്നത്തെ കാലത്ത് പഴയ നമ്മളൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്യാപകരെ കാണുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര വിനയത്തോടെ നിൽക്കുമായിരുന്നു. ഇന്ന് പിള്ളേർ അങ്ങനെയല്ല, ഇച്ചിരി വയലന്റ് ആണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ടീച്ചറിന് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇല്ല. എന്റെ അടുത്തെന്ന് പറഞ്ഞ ഭയങ്കര സ്നേഹത്തിലെ പിള്ളേര്. പഠിച്ചിട്ടില്ലെങ്കിൽ അടിച്ചത്തോടെ ഞാൻ പൊട്ടിക്കും. ഉറപ്പാണ്? അടിച്ച് പൊട്ടിക്കും ഞാൻ. ഈ കുട്ടിക്ക് ഒരു 100 അടിയെങ്കിലും കൊടുക്കാൻ പറ്റും. അടി ഒന്നിന് 100 അടി ഞാൻ തരാം. രണ്ടെണ്ണത്തിന്റെ കുറവുണ്ട്. നമുക്ക് എല്ലാരും അടിക്കേണ്ട കാര്യമില്ല. കുറച്ച് സ്നേഹവും കരുതലും ഒക്കെ കൊടുത്താലും പിള്ളേരെ പഠിച്ചു പോകും. തിളച്ച എണ്ണ കൈമുക്കണ പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതും ഇല്ലേ? ഈ ചൂടുവെള്ളം ഒഴിക്കുന്നേ ഇത്തിരി എന്തെങ്കിലും ചെയ്യണം. ആ കുട്ടി അത്രയ്ക്ക് വികൃതിയാ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ ആ കുട്ടിയെ. നമുക്ക് നോക്കാം. കുട്ടി ഇവിടെ. കുട്ടി വരുന്ന കുട്ടി. ഒരു മിനിറ്റ്, ഇതല്ലേ കിച്ചുവിന്റെ കാണാതെ പോയ പാന്റ് ഷർട്ട്? പിന്നെ നിന്റെ എനിക്ക് പോകാവോ? എന്നെ മണ്ടറാത്തി ഇടാൻ പറ്റുള്ളൂ. ഇതോ? ഈ കുട്ടിയാണ് കൃഷ്ണൻകുട്ടി, ഇവിടുത്തെ കുട്ടി. കുട്ടി പഠിപ്പിക്കാൻ വന്ന കുട്ടി എന്റെ അച്ഛൻ. മനസ്സിലായില്ലേ? എന്റെ അച്ഛനാണെന്ന് പഠിപ്പിക്കാൻ വന്നതോ? അയ്യോ, നമ്മൾ ആരെയായാലും വിദ്യാഭ്യാസം എന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിന് പ്രായം ഒന്നും ഒരു തടസ്സമേ അല്ല. അറിഞ്ഞൂടാത്തോണ്ട് പറയാം. ഉള്ള സ്നേഹം കളയരുതെന്ന് വിചാരിച്ച് പറയുന്നു. ട്രാൻസ്ഫോമറാണ് അടുത്ത് മടി വെക്കാൻ പോകുന്നത്. പപ്പം കൂടെയെങ്കിലും കിട്ടിയാ കിട്ടി. അത്രയ്ക്ക് ഷോക്കായി നിൽക്കുന്ന സാധനം. മൂത്തോടി സംസാരിക്കാനടുത്ത് നിനക്ക് തന്നെ അച്ഛനൊന്നും നോക്കൂല. അല്ല, അത്രയ്ക്ക് ചൂടാവേണ്ട കാര്യമൊന്നും ഇല്ല. അല്ല, അത് അമ്മയില്ലാതെ വളർന്നതിന്റെ ഒരു കേടുണ്ടവന്. അതെല്ലേ? അത് പറഞ്ഞ് സെറ്റ് ചെയ്യാം. നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ തന്നെ തുടങ്ങാം. അയ്യോ, അതെ, ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു കാര്യം ഞാൻ ചോദിച്ചാ എന്തെങ്കിലും തോന്നുവോ? എന്നെ കണ്ട എന്തെങ്കിലുമൊക്കെ തോന്നുന്ന ആളായിട്ട് തോന്നുവോ? അയ്യോ, അതല്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ എന്താ വിളിക്കണ്ടേന്നൊരു. എന്നെ പേര് വിളിച്ചാൽ മതി. നമ്മള് സമപ്രായക്കാരല്ലേ കേട്ടോ. ഒരൊറ്റ മുടി പോലും നിറച്ചുള്ള. അയ്യോ, അതല്ല, ഇത്രയും വലിയൊരു മോനുള്ള ആളല്ലേ. ഞാൻ എങ്ങനെ കയറി എന്താ വിളിക്കുക? മോനോ? ഇവനാ ഈ ലോകം മൊത്തം അറിയാതെ രഹസ്യമായി വച്ചൊരു കാര്യമുണ്ട്. അത് ഞാനിപ്പോ കൊച്ചിനോട് പറയാൻ പോവാ. ഇരുചെവി അറിയരുത്, മറ്റൊരാൾ അറിയുകയും ചെയ്യരുത്. ഇല്ല, അവൻ എന്റെ മോനല്ല. അവനെ ഞാൻ എടുത്തു വളർത്തിയതാ. എന്തൊരു മനസ്സാ സാറിന്റെ അല്ലേ? നമുക്ക് എത്രയും പെട്ടെന്ന്. ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്, ഡൈ അടിച്ചു കഴിഞ്ഞാൽ ആ ബക്കറ്റിലെ വെള്ളം ആവശ്യമില്ലാതെ ആ ബക്കറ്റിൽ കൊണ്ടുവച്ചാൽ ബാക്കിയുള്ള ബാത്റൂമിൽ പോണ്ടേ. ആരാ ഡൈ അടിച്ചേ? ഡൈ അടിച്ചേ നീയാണ്. ഇവനാണ് ഡൈ അടിച്ചേ. ഞാൻ ഡൈ അടിക്കാറില്ല. ഓ ശരിയാട്ടോ. അച്ഛൻ ഡൈ അടിക്കാറില്ല. കാര്യം ഓരോ മുടി വെച്ച് അടിക്കാന്നാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് കലക്കിയിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞേ എടുക്കുള്ളൂ. കാര്യം മറ്റേ മാസങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് കേട്ടോ. വേറെ തോന്നില്ല കേട്ടോ. ഞാനാണ് നിന്റെ തന്ത. അതുകൊണ്ട് നീയല്ല എന്റെ തന്ത എന്ന് നിന്നെ ഓർമ്മിപ്പിച്ചതാ.